കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ പ്രേക്ഷകർക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയുന്നത് ചൊവ്വാഴ്ച വ്രതത്തെ പറ്റിയാണ്. പല ആൾക്കാരുടെ ഒരു സംശയമുണ്ട്, ചൊവ്വാഴ്ച ഭദ്രകാളിയാണോ അതോ ദുർഗയാണോ നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത്? ദുർഗയാണ് പ്രസാദിപ്പിക്കേണ്ടത് ഈ ചൊവ്വാഴ്ച ദിവസം. ദുർഗയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത്. ആ ചൊവ്വാഴ്ച ദിവസം രാവിലെ അമ്മയെ വിളിച്ച്, ദുർഗാദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ച് വ്രതം അനുഷ്ഠിച്ചാൽ ഒരു 12 വ്രതം അല്ലെ 21 വ്രതം അല്ലെ മാക്സിമം അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു 7 വ്രതം. അതുപോലെ ചൊവ്വ ദശയുള്ളവർക്ക് നല്ലതാണ്. ചൊവ്വയുടെ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് അല്ലാതെ ഭൂമി വാങ്ങാനും വിൽക്കാനും ഒക്കെ ഏറ്റവും കർമ്മത്തിന് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും പൂർത്തീകരണം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇല്ലേ? ഞാനൊരു വീട് വെക്കാൻ തുടങ്ങുന്നു, അത് പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ ഞാനൊരു വേറൊരു സ്ഥാപനം തുടങ്ങുന്നു, അത് പൂർത്തീകരിക്കാൻ, ഞാനൊരു ജോലി ചെയ്ത് തീർക്കാൻ തുടങ്ങുന്നു, അത് പൂർത്തീകരിക്കാൻ, ഞാനൊരു പെൻഷനാകാൻ പോകുന്നു, മറ്റൊരു ജോലിക്ക് തുടങ്ങാനായിട്ട്, അത് പൂർത്തീകരിക്കാൻ, ഒന്നിനും ഒരു തടസ്സമില്ലാണ്ടിരിക്കാനാണ് നമ്മൾ ചൊവ്വാഴ്ച വ്രതം. ദുർഗാദേവിയെ സ്മരിച്ചുകൊണ്ട് ചൊവ്വാഴ്ച വ്രതം എടുത്താൽ ദുർഗാദേവി സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു തരും, സംശയമില്ലാത്ത കാര്യമാണ്. ദുർഗാദേവിക്ക് നാരങ്ങാമാല സമർപ്പിക്കുക, അതുപോലെ രക്തചന്ദനം കൊണ്ട് അഭിഷേകം നടത്തുക, അത് കുങ്കുമാഭിഷേകം നടത്തുക. ഇതൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ് കുങ്കുമാഭിഷേകവും രക്തചന്ദനം കൊണ്ടുള്ള അഭിഷേകവും ഒക്കെ. ചിരഞ്ജീവിയായി നിൽക്കുമെന്നാണ് പറയുന്നത്. കർമ്മ കുശലനായിട്ട് ഏതൊരു പ്രവർത്തിക്ക് നമ്മൾ ഇറങ്ങിയാലും അതിനെല്ലാം ലാഭവും ഫലവും, ബിസിനസ്സാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും എല്ലാം നല്ല പ്രവൃത്തികൾക്ക്. അതുപോലെ നല്ല മഞ്ഞൾ കൊണ്ട് അമ്മയെ ദുർഗാദേവി അങ്ങോട്ട് അഭിഷേകം ചെയ്യുവാണ് രാവിലെ ചൊവ്വാഴ്ച ദിവസം. ഒരു 12 എണ്ണം നിങ്ങൾ എടുത്തു നോക്കി. അതൊക്കെ നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട് നിങ്ങളെ മറ്റു കാര്യങ്ങളെല്ലാം, ദുഷിച്ച കാര്യങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം അതുകൊണ്ട് ചെയ്തു നോക്കി, നിങ്ങൾക്ക് കർമ്മത്തിന് പുഷ്ടി ഉണ്ടാവും. ഒരു ഗൃഹം പണിയുവാണെങ്കിൽ ഗൃഹത്തിൻ്റെ വാസ്തു മറ്റു കാര്യങ്ങളെല്ലാം അവിടെ പൂജ എല്ലാം കഴിച്ചതിന് ശേഷം, അവിടുത്തെ സ്ഥലരക്ഷയൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ചൊവ്വാഴ്ച വ്രതം കൂടെ എടുത്തു നോക്കിയേ, നിങ്ങളുടെ വീട് ശൂന്നും പറഞ്ഞ് പൂർത്തീകരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. വലിയ തടസ്സങ്ങളോ അവിടെ ദുർനിമിത്തങ്ങളോ ഒന്നും കാണാതെ, അതുപോലെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനകൾ, പഞ്ചദുർഗാ സൂക്ത പുഷ്പാഞ്ജലി, ഇതൊക്കെ ദുർഗയ്ക്ക് ഭയാനകമായിട്ട് ഇഷ്ടമുള്ള സാധനമാണ്. അങ്ങനെയൊക്കെ കഴിപ്പിച്ചു കണ്ടാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.